മഴവിൽ അർമാദം. ടിക്കറ്റുകൾക്കായി സന്ദർശിക്കൂ QKerala.com. നമസ്കാരം, ന്യൂസ് അവറിലേക്ക് സ്വാഗതം. മീനില്ലാത്തൊരു ഭക്ഷണശീലം മലയാളിക്ക് സങ്കല്പിക്കാൻ പോലുമാവില്ല. എന്നിട്ടും നമ്മുടെ അടുക്കളയിൽ വേവുന്ന മീനിന്റെ ഗുണനിലവാരം അളക്കാൻ നമുക്ക് യാതൊരു സംവിധാനങ്ങളുമില്ല. ദേശീയ ശരാശരിയുടെ 4 ഇരട്ടിയാണ് മലയാളിയുടെ മീൻ ഉപയോഗം. ഇത് മനസ്സിലാക്കി ലാഭം മാത്രം കൊയ്യുന്നതിന് വേണ്ടി ഇടനിലക്കാരായ കച്ചവടക്കാരാണ് മത്സ്യത്തിൽ മായം ചേർക്കുന്നത്. ഇന്ന് ന്യൂസ് അവർ ചർച്ച ചെയ്യുന്നു വിഷം തിന്നുന്ന മലയാളി. ചർച്ചയിൽ പങ്കെടുക്കുന്നത് അഡ്വക്കേറ്റ് സുഗതൻ, മത്സ്യവ്യാപാരിയും എക്സ്പോർട്ടറുമായിട്ടുള്ള മിസ്റ്റർ മന്മഥൻ. അതെ, മത്തി മന്മഥൻ. അതെ, മത്തി മന്മഥൻ. ഭക്ഷ്യസുരക്ഷാ വകുപ്പ് ഉദ്യോഗസ്ഥ ശ്രീമതി മണ്ടോദരി. വിഷം ചേർത്ത മീൻകറി പടച്ചോന്റെ അത്ഭുത പ്രതിഭാസമാണെന്ന് തെറ്റിദ്ധരിച്ച പാവം കോയ മിസ്റ്റർ മന്മഥൻ. മത്സ്യ കച്ചവടക്കാരനായ താങ്കളോടാണ് എന്റെ ആദ്യത്തെ ചോദ്യം. 400-500 ടൺ മത്സ്യം കേരളത്തിലെ വിവിധ മാർക്കറ്റുകളിലേക്ക് കയറ്റി അയക്കുന്ന മംഗലാപുരം തുറമുഖത്ത് ഒരു ദിവസം രാവിലെ നടക്കുന്നത് 5-6 കോടിയുടെ മത്സ്യ കച്ചവടമാണ്. നിങ്ങൾ ജനങ്ങൾക്ക് കൊടുക്കുന്ന മത്സ്യം ശുദ്ധമായതാണോ അതോ മായം ചേർത്തതാണോ? സതീശില, ചുമ്മാ വെടുവായിത്തരങ്ങൾ പറയല്ലേ. ഇത് ആളുകൾ ഇരുന്ന് കണ്ടോണ്ടിരിക്കുന്ന പരിപാടിയല്ലേ. ഈ 500-600 ടണ്ണ് മീൻ പിടിച്ചിട്ടായാലും വിഷം ചേർക്കാൻ ഞങ്ങൾക്ക് എന്തൊരു പ്രാന്തുണ്ടോ? ഈ വിഷങ്ങൾ വാങ്ങിച്ചതിൽ ചേർക്കാനുള്ള പൈസ ആരും നിങ്ങൾ തരുമോ? പിന്നെ നമ്മളെ മലയാളികളെ സംബന്ധിച്ച് കുറച്ച് നാൾ മുമ്പ് കോഴികൾക്കായിരുന്നു തീനം. അങ്ങനെ കോഴികൾ തിന്നാതെ അത് കഴിഞ്ഞപ്പോൾ പച്ചക്കറിയിലാണ് തീനമെന്ന് പറഞ്ഞിട്ട് പിന്നെ ആളുകൾ പച്ചക്കറി തിന്നാതെയായി. പച്ചക്കറികൾ കൃഷികൾ തുടങ്ങി വീടുകളിൽ. ഇനിയിപ്പോൾ അടുത്ത മീനുകളിലായി. ഇനിയിപ്പോൾ ഞങ്ങളെപ്പോലുള്ള മീൻ ഉപയോഗിക്കുന്ന ആളുകളെ കഞ്ഞിപിടി മുട്ടിക്കണം. അപ്പോൾ മത്സ്യം കേടുവരാതിരിക്കാൻ വേണ്ടി രാസപദാർത്ഥങ്ങൾ ഒന്നും ഉപയോഗിക്കുന്നില്ല എന്ന് അനിയാ സത്യശീല. എനിക്ക് ചേട്ടനൊന്നുമില്ല, പറഞ്ഞു. എന്നാ അളിയാ സത്യശീല, അതായത് നമ്മളെ മീൻ പിടിക്കാനായിട്ട് കടലിൽ പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് പറഞ്ഞാൽ 2 ദിവസം കഴിയുമ്പോൾ ചിലപ്പോൾ ബോട്ട് തിരിച്ചു വരും. ചിലപ്പോൾ ദിവസങ്ങൾ കൂടുതലെടുത്തിരിക്കും. ഇത് കഴിഞ്ഞാൽ ഇത് കൊണ്ടുവന്നത് എത്രയും പെട്ടെന്ന് ചെറു വ്യാപാരികളെ ഏൽപ്പിച്ച് ഇത് വിറ്റ് തീർക്കാനാണ് ഞങ്ങൾ നോക്കുന്നത്. അതിനിടയ്ക്ക് ഈ മായം ചേർക്കാനുള്ള സമയം എവിടെ കിട്ടും? കണ്ണട ചിരിട്ടാക്കരുത് മിസ്റ്റർ മന്മഥൻ. കണ്ണട നമുക്ക് തിരിച്ചു വരാം മിസ്റ്റർ സുഗതൻ. ഇത് തിരിച്ചു വരാൻ തന്നെ ഇത് ബോട്ടാ കടലിൽ പോകണം. തിരിച്ചു വരാൻ അതിവിടെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ പറയും മിസ്റ്റർ സുഗതൻ. എന്നെ പറയാൻ സമ്മതിക്കും, ഞാൻ പറഞ്ഞു തുടങ്ങിയല്ലേ ഉള്ളൂ. മന്മഥൻ പറഞ്ഞതിനോട് താങ്കൾ യോജിക്കുന്നുണ്ടോ? അതിപ്പോ നിങ്ങൾ ഈ നേരത്തെ സംസാരിച്ചല്ലോ, ഈ ചാള മന്മഥൻ. അതെ സാറേ, ചാളയല്ല, മത്തിയാ കേട്ടോ. മത്തിയാണ്. എനിക്കിപ്പോ ഈ മത്തിയായാലും ചാളയായാലും മന്മഥനായാലും കൊന്നു തന്നെ. അപ്പോ അദ്ദേഹം തന്നെ പറയണ്ടേ, ഈ ബോട്ട് മത്സ്യത്തിനായിട്ട് പിടിക്കാൻ പോയി കഴിഞ്ഞാൽ ഒരു 3 ദിവസം 4 ദിവസം ചിലപ്പോൾ ഒരാഴ്ചയൊക്കെ ആവും കരയിലെത്താൻ. എന്നിട്ട് ആ മത്സ്യം ചെറുകിട കച്ചവടക്കാരിലെത്താൻ ഒരാഴ്ചയാവും എന്നൊക്കെ പറഞ്ഞു. ഒരു 10-15 ദിവസമെങ്കിലും ആവും കടലിൽ നിന്ന് പിടിച്ച ഈ മത്സ്യം ഒരു സാധാരണക്കാരൻ്റെ കയ്യിലെത്താൻ. ഇപ്പം നമ്മുടെ ഏതെങ്കിലും ഒരു സുഹൃത്ത് ഗൾഫിൽ നിന്ന് മരിച്ച് ബോഡി നമ്മുടെ നാട്ടിലെത്തുമ്പോൾ ഒരു 10 ദിവസമെങ്കിലും എടുക്കും. ആ ബോഡി ഇവിടെ കൊണ്ടുവന്ന് തുറന്നു നോക്കി കഴിഞ്ഞാലോ 2 മിനിറ്റ് മുമ്പ് മരിച്ച ഒരാളുടെ ബോഡി പോലെ ഇരിക്കും അല്ലേ? ശ്രദ്ധിച്ചിട്ടുണ്ടോ? എന്താ അതിൻ്റെ സംഭവം? ഫോർമാലിൻ എന്ന് പറയുന്ന ഒരു രാസവസ്തു ഉപയോഗിച്ചുകൊണ്ടാണ് ഈ ശവം കേടുവരാതിരിക്കുന്നത്. ആ ഫോർമാലിനാണ് നമ്മൾ ഉപയോഗിക്കുന്ന മത്സ്യത്തിൽ ഇവർ കലർത്തി കൊണ്ടുവരുന്നത്. അതുകൊണ്ടാണ് 15 ദിവസം കഴിഞ്ഞ മീൻ ഇപ്പം പിടിച്ച മീൻ പോലെ ഇരിക്കുന്നത്. മംഗലാപുരത്തു നിന്ന് വന്ന മീനുകൾ മുഴുവനും തിരിച്ചയക്കാനുള്ള കാരണം അതെന്താണ്? സുഗതൻ സാറേ, നിങ്ങൾ ഈ മണ്ണും പുണ്ണാക്ക് പറഞ്ഞുള്ള വർത്താനങ്ങൾ പറയും. എന്തിനാണ് നിങ്ങൾ ഈ മട്ടാഞ്ചേരിയുടെ കാര്യം പറയാം, മലേഷ്യയുടെ കാര്യം പറയല്ലേ? അത് അവിടെ മംഗലാപുരത്ത് അങ്ങനെ നടന്നു ഇങ്ങനെ നടന്നൊക്കെ പറഞ്ഞിട്ട് അത് കാര്യമല്ല. നിങ്ങൾ തെളിവുണ്ടായി കൊണ്ടുവരി. ഞാൻ ഉറപ്പായിട്ടും പറയും, തെളിയിച്ചു കഴിഞ്ഞല്ലോ. സാറേ, നമുക്ക് ഇപ്പം ഇവിടെ ഉള്ള സംവിധാനത്തിൽ ബോട്ട് ഉപയോഗിച്ചിട്ടാണ് മീൻ പിടിക്കാൻ പോകാൻ പറ്റുള്ളൂ കടലിൽ. സാറ് ഭരണകൂടത്തിനോട് പറഞ്ഞ് എങ്ങനെയെങ്കിലും പ്ലെയിന് തരാൻ പറയണം. ഞങ്ങളപ്പോൾ പ്ലെയിനിൽ പോയി മീൻ പിടിച്ചിട്ട് അന്ന് തന്നെ കൊണ്ടുവരാം. എളുപ്പമാവില്ലേ? സൗകര്യം ഉണ്ടാവും. അവ നല്ല പച്ച പിടക്കണ മീനോടെ കൊണ്ടൊക്കെ തരാൻ പറ്റും. ഇയാളെന്തായി പറയണം? ഈ വിമാനത്തിലേക്ക് എങ്ങനെ കടലിൽ നിന്ന് മീൻ പിടിക്കാൻ? ഇല്ല ചെയ്യുന്ന തെറ്റുകളെ മിസ്റ്റർ മന്മഥൻ, ഇത് കടലിലാണ് പോണത്. നമ്മൾ ഇവിടുന്ന് എറണാകുളത്തോ അല്ലെങ്കിൽ അവിടെ ഇവിടെ പോയല്ല പിടിക്കുന്നത്, വെള്ളത്തിലാണ്. അവിടെ തിരയുണ്ട്, മീനുണ്ട്, സ്രാവുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് നിന്നാണ് ഈ കഷ്ടപ്പെട്ട് മീൻ പിടിച്ചോണ്ട് വരണത്. അതിൻ്റെ ബുദ്ധിമുട്ട് നിങ്ങൾ അറിയണം. അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു 10 ദിവസം കടലിൽ വരും ഞങ്ങളവിടെ. അപ്പം നിങ്ങളൊന്നും ഇങ്ങനെ പറയൂല. അപ്പം നിങ്ങൾക്ക് ഏത് പുഴുത്ത മീൻ തന്നാലും രുചിയായിരിക്കും. ശ്രീമതി മണ്ടോദരി, അഡ്വക്കേറ്റ് സുഗതൻ പറയുന്നു, മൃതദേഹം അഴുകാതിരിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഫോർമാലിൻ എന്ന് പറയുന്ന രാസപദാർത്ഥമാണ് മത്സ്യം അഴുകാതിരിക്കുന്നതിന് വേണ്ടിയും ഉപയോഗിക്കുന്നത്. ഇതിൽ വാസ്തവമുണ്ടോ? ഉണ്ട്. കേരളത്തിലെ വിവിധ മാർക്കറ്റുകളിൽ നിന്ന് ഞങ്ങൾ ശേഖരിച്ച സാമ്പിളുകൾ പരിശോധിക്കുകയുണ്ടായി. അതിൽ സോഡിയം ബെൻസോയേറ്റ്, ഫോർമാലിൻ, അമോണിയം തുടങ്ങിയ രാസവസ്തുക്കൾ ഉണ്ട് എന്ന് ഞങ്ങൾ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഈ രാസവസ്തുക്കളുടെ രാസപ്രവർത്തനം മൂലമാണ് അദ്ദേഹത്തിന്റെ വീട്ടിലുണ്ടാക്കിയ മീൻകറി വീണ്ടും തിളച്ചുകൊണ്ടിരിക്കുന്നതും ഈ സ്വർണത്തിന്റെ നിറം മാറുന്നതും.
100% നമ്മുടെ നാട്ടിൽ വരുന്ന മത്സ്യങ്ങളിൽ വിഷാംശം കലർന്നിട്ടുണ്ട്. നിങ്ങൾ സൗകര്യം ഉണ്ടെങ്കിൽ വാങ്ങിച്ചാൽ മതി. ഇവിടെ ആരൊക്കെ നിർബന്ധം? നിങ്ങളെ മീൻ തിന്നാലേ നിങ്ങൾ ജീവിക്കുള്ളൂ ഇവിടെ ആരെങ്കിലും പറഞ്ഞു? ഒരു നിർബന്ധമല്ല നിങ്ങളൊക്കെ മീൻ തിന്നണം. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ക്യാൻസറിനെ വിളിച്ചു വരുത്തുകയാണ് നമ്മൾ ചെയ്യുന്നത്. അതുപോലെ ദഹനേന്ദ്രിയ വ്യവസ്ഥ, കരൾ, വൃക്ക ഇവയൊക്കെ തകരാറിലാകും. മത്സ്യത്തിൽ വിഷാംശം, രാസപദാർത്ഥങ്ങൾ കലർത്തിയിട്ടുണ്ട് എന്ന് കണ്ടു കഴിഞ്ഞ സ്ഥിതിക്ക് എന്ത് ആക്ഷനാണ് പൊതുജനങ്ങളുടെ ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ടി എടുത്തിട്ടുള്ളത്? അതായത് ഈ മത്സ്യത്തിലെ വിഷാംശം കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ട് സ്ട്രിപ്പുകൾ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇത് താമസിയാതെ തന്നെ വിപണിയിൽ ലഭ്യമാകും. അപ്പോൾ ഏതൊരു സാധാരണക്കാരനും ഈ മത്സ്യത്തിൽ വിഷാംശം ഉണ്ടോ എന്ന് നിമിഷങ്ങൾ കൊണ്ട് കണ്ടുപിടിക്കാൻ സാധിക്കും. ഇത് ആൾക്കാർക്ക് സ്ലിപ്പ് കൊടുത്തിട്ട് അവരിത് പരിശോധിക്കണം എന്ന് പറഞ്ഞത് ഇവിടുത്തെ ഞാനാണ്. പിന്നെ എന്തിനാണ് ഇവിടുത്തെ സർക്കാരും ഇവിടുത്തെ ഉദ്യോഗസ്ഥരും എന്തിനാണ് ഇവർക്ക് ശമ്പളം കൊടുക്കണേ? ഞങ്ങൾ ഇവിടെ ടാക്സ് അടക്കണം എന്തിനാണ്? അതിൽ ഞാനില്ല. അല്ല, ഞങ്ങൾ ശമ്പളം വാങ്ങുന്നുണ്ടെങ്കിൽ കൃത്യമായി ജോലി എടുത്തിട്ടാണ്. ഈ ഭക്ഷണ സാധനങ്ങൾ കണ്ണിൽ കണ്ട പട്ടാണി കടലിൽ പച്ച മുക്കിയിട്ട് വരിക, പച്ചപ്പയറിന് മുകളിൽ പച്ച മുക്കിയിട്ട് വരിക, ഇതൊക്കെ കണ്ണിൽ ഇവിടെ ആൾക്കാർ. ഞാൻ പച്ച എടുത്തിട്ട് പറയല്ല, ഉള്ള കാര്യം ഞാൻ പറയാണ്. ഇവിടെ അരി വരെ ഇവിടെ മട്ടരിയാണെന്നും പറഞ്ഞിട്ട് എന്താ നിലത്ത് തേക്കണ ചുവന്ന പെയിന്റ് തേച്ചിട്ട് ഇവിടെ അരി വരുന്നുണ്ട് എന്നാ പറയണത്. ഇപ്പോൾ എന്നിട്ട് ഇതൊക്കെ ആൾക്കാർ തിരിച്ചിട്ടൊന്നും സർക്കാർ അറിയില്ല എന്നാ പറഞ്ഞത്. അതിക്ക് മനസ്സിലായി ഇവിടുത്തെ ഉദ്യോഗസ്ഥർ ഇത് അറിയണില്ലേ? എന്താ ഇവിടെ ചെയ്തിട്ടുള്ളത്? നമ്മൾ ഈ സാധാരണക്കാർക്ക് വേണ്ടിയിട്ട് ഈ ടാക്സ് ഇങ്ങനെ മേടിച്ചിട്ട് ശമ്പളം മേടിച്ച് അമുക്കാന്നല്ലാണ്ട് എന്താ അവർ ചെയ്തിട്ടുള്ളത്? നിങ്ങളൊന്ന് ആലോചിക്കണം. ഈ കേരളത്തിലെ മുഴുവൻ ഹോട്ടലുകളിലും ഞങ്ങൾ റെയ്ഡ് നടത്തുന്നുണ്ട്. ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ പറഞ്ഞു തീർക്കി. എനിക്കത് വർത്താനം പറയാണ്ട് പറഞ്ഞു തീർത്ത് അടുത്തേക്ക് പോയാൽ പോരെ? ഞാൻ 10-15 വർഷം ഗൾഫിൽ മീൻ മാർക്കറ്റിൽ ജോലി ചെയ്ത ആളാണ് ഞാൻ. അവിടെ ഒരു സാധനം ഈ ജാതി സാധനം വന്ന ആളിനെ അപ്പൊ തൂക്കി കൊല്ലും. ആ ജാതി നിയമമാണ് അവിടെ. ഇവിടെ എന്ത് നിയമമാണ്? നിങ്ങൾ അറബിക്കടലിലെ കാര്യം പറയാതെ ഇവിടുത്തെ കടലിലെ കാര്യം പറയാം. മത്സ്യത്തിൽ മായം ചേർത്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് തിരിച്ചറിയുന്നതിന് വേണ്ടി സ്ട്രിപ്പുകൾ നൽകി അതിന്റെ ഉത്തരവാദിത്തം ജനങ്ങളുടെ തലയിൽ നിക്ഷേപിക്കുന്നതിന് പകരം ഇത്തരം രാസപദാർത്ഥങ്ങൾ ഉപയോഗിച്ചിട്ടുള്ള മത്സ്യം നശിപ്പിച്ചു കളയുകയോ അത്തരം മത്സ്യങ്ങൾ കച്ചവടം ചെയ്യുകയും ചെയ്യുന്ന ആളുകളുടെ ലൈസൻസ് റദ്ദാക്കുകയുമല്ലേ സർക്കാർ ചെയ്യേണ്ടത്? നിങ്ങളെല്ലാവരും കൂടെ കടപ്പുറത്തോട്ട് വരി. എന്റെ ചവളാളെ വലിച്ചു കയറി ഉള്ള കാര്യം ഞാൻ പറഞ്ഞത്. കൈ കെട്ടി വരെ നോക്കിയൊന്നും ഇരിക്കൂല. മീൻ പിടിക്കാൻ പോണേ അതെ ഇത് ഗുണ്ടായിസാണ്. ഗുണ്ടായിസാണ്. ഏറെ ചങ്ങ ഈ ജാതി വർത്താനം പറയാനല്ല ഇവിടെ വന്നിരിക്കേണ്ടത്. ഇത് ജനങ്ങളുടെ പ്രശ്നമാണ്. ഇത് ഇവിടെ ഭക്ഷണം കഴിക്കണതിൽ മനുഷ്യന്മാരെ അധ്വാനിക്കണതിന്റെ വലിയൊരു പങ്ക് ഭക്ഷണത്തിനാ ചെലവാക്കണേ. അവിടെ ഈ ജാതി വേഷം കലർത്തി വിട്ടിട്ട് നിങ്ങൾ വന്ന കൈയും കാലും തല്ലി മുറിക്കും എന്ന് പറഞ്ഞാലേ അന്റെ ലൈസൻസ് അങ്ങോട്ട് കട്ട് ചെയ്യണം. അതാ ഇവിടെ പറയണേ. കിടക്കണ പടച്ചോന്റെ മീനാണ് ഈ പിടിക്കേണ്ട. അത് അവിടെ കിടന്നോട്ടെ, കിട്ടുമ്പോ തിന്നാ. താങ്കൾക്ക് പറയാം. അതിപ്പോ നമ്മളിവിടെ കിടന്ന് തല്ലുകൂടിയിട്ടോ ചർച്ച നടത്തിയിട്ടോ ഒരു ചുക്കും കേരളത്തിൽ സംഭവിക്കാൻ പോകില്ല. സർക്കാരാണ് ഇതിന് മുൻകൈ എടുക്കേണ്ടത്. ഇനി നമുക്ക് കോയയുടെ രസകരമായ ഒരു അനുഭവത്തിലേക്ക് തിരിച്ചു വരാം. രസകരമായ അനുഭവം വിഷം തിന്നതോ? കോയ പറഞ്ഞോളി. വെളിച്ചെണ്ണ കുപ്പിയിൽ നിറഞ്ഞു കവിഞ്ഞതും വാപ്പാക്ക് മീൻ വിളമ്പിയപ്പോൾ അത് മുള്ളായി മാറിയതുമായ കെട്ടുകഥയല്ല. മീൻകറി തിളച്ച് മറിഞ്ഞത് പടച്ചോന്റെ കുതിർത്താണെന്ന് തോന്നാൻ എന്താണ് കാരണം? അതെ, അത് സത്യസന്ധമായ മറുപടിയാണെങ്കിൽ മാത്രം പറഞ്ഞാൽ മതി. ഒന്നാമത്തെ വിളിച്ചപ്പോ ഞാൻ ഇവിടെ വരണില്ല എന്ന് പറഞ്ഞാണ്. ഇതൊന്നും പറയാനൊന്നും അറിയില്ല. എന്നാലും ഒരു ഒരു മനുഷ്യൻ എന്നുള്ള നിലക്ക് ഇതിൽ ഇടപെടാണ്ടിരിക്കാൻ പറ്റൂലല്ലോ. അതുകൊണ്ടാണ് ഞാൻ വന്നത്. ഇപ്പൊ സംഗതിക്ക് അതൊരു അബദ്ധം പറ്റി എന്നുള്ളത് ശരി തന്നെയാണ്. പടച്ചോന്റെ കുതിർത്ത് ഇന്ന് തോന്നിപ്പോലോ. എന്നെ പോലുള്ള സാധാരണക്കാര് ഇപ്പൊ ഇങ്ങനെ ഒരു മീൻകറി ഇങ്ങനെ ചട്ടിയിൽ ഇരുന്നിട്ട് 1-2 ദിവസം ഇരുന്ന് അങ്ങോട്ട് തിളച്ചാല് ആരെ തെറ്റിദ്ധരിക്കാത്തത്? അപ്പൊ ആ നിലക്ക് ഇപ്പൊ ഇത് പടച്ചോന്റെ കുതിർത്ത് എന്നല്ലാണ്ട് എന്തെന്നാ ഞങ്ങളെ പോലെ വിചാരിക്കേണ്ടത്? ഈ ജാതി അമുക്കിയങ്ങള് ഇങ്ങനെ രസം ചേർത്തിട്ടാണ് ഇത് ഉണ്ടാവുന്നത്. ഇപ്പൊ പറഞ്ഞ വാക്ക് ഇനി മേലാ പറയുന്നത്. അമുക്കിയങ്ങൾ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം നമുക്കറിയാം കേട്ടോ. നിങ്ങൾ എന്തിനാ ഈ മന്മഥൻ എന്തിനാ ചൂടാവണേ? നിങ്ങൾ തെളിയിക്കല്ലേ? അപ്പൊ നിങ്ങൾ ഉണ്ടാണ്ടിരിക്കും. നിങ്ങളുടെ പേരൊന്നും ഞാൻ പറഞ്ഞില്ലല്ലോ. അപ്പൊ നിങ്ങൾ പേര് ഞാൻ പറഞ്ഞിട്ടില്ല. അല്ല ഞാൻ പറഞ്ഞത് അങ്ങനെ ചെയ്യണോരുടെ കാര്യമാണ്. നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തന്നെയാണ് നമുക്ക്.